തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആലപ്പി അഷ്റഫ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. ലിസിയും കൊച്ചിൻ ഹനീഫയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അവസാന കാലത്ത് കരൾ രോഗബാധിതനായ കൊച്ചിൻ ഹനീഫയെ സഹായിച്ചത് ലിസിയാണെന്ന് പറയുകയാണ്. ലിസി പറഞ്ഞാൽ മാത്രമേ ഹനീഫ മരുന്നുകൾ കഴിക്കുമായിരുന്നു. ഹനീഫയ്ക്കയുടെ അശ്രദ്ധ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കൂടെ കാണുമായിരുന്നെന്നും ലിസി പറയുമായിരുന്നു. ലിവറിൻ്റെ അസുഖം ആദ്യമേ കണ്ടുപിടിച്ചപ്പോൾ ഹനീഫ അത് നിസ്സാരമാക്കി കണക്കാക്കി എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. രോഗം കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, ചികിത്സിച്ച് ഭേദമാക്കാം, എന്നാൽ സ്വന്തം ഭാര്യയോട് പോലും നിസ്സാര രോഗമാണെന്ന് പറഞ്ഞ് മറച്ചുവെച്ചു. കരളിൻ്റെ അസുഖമായതിനാൽ മദ്യപാനമായിരിക്കും കാരണമെന്ന് എല്ലാവരും കരുതും. എന്നാൽ കൊച്ചിൻ ഹനീഫ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. 5 നേരം നിസ്കരിക്കുന്ന ആളായിരുന്നു. ചികിത്സിച്ച ചില ഡോക്ടർമാർ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ പിന്നെ ഹനീഫ ആ ഡോക്ടറുടെ അടുത്ത് പോകില്ലായിരുന്നു. പുതിയ ഡോക്ടറെ സമീപിച്ച് രോഗം മറച്ചുവെച്ച് അഭിനയം തുടർന്നുകൊണ്ടിരുന്നു. രോഗത്തിൻ്റെ സ്റ്റേജുകൾ മാറിക്കൊണ്ടിരുന്നു. അവസാനം ചികിത്സിച്ചത് മദ്രാസിലെ ലിസിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. ഇത് 4ാമത്തെ സ്റ്റേജാണ്, ഇനി സാധ്യതകൾ കുറവാണെന്ന് ആ ഡോക്ടർ രഹസ്യമായി ലിസിയോട് പറഞ്ഞു. ലിസി ആദ്യം ഈ വിവരം അറിയിച്ചത് മമ്മൂട്ടിയാണ്. തുടർന്ന് ജോഷി, ദിലീപ് തുടങ്ങിയവരെയും വിളിച്ചു. ഹനീഫയുടെ ഭാര്യയോട് പോലും പറയുന്നത് ലിസിയാണ്. എല്ലാവരും ഹനീഫയെ ഒരു നോക്ക് കാണാൻ ആശുപത്രിയിലെത്തി. താനെന്തിനാണ് ഇത് മറച്ചുവെച്ചത്, എയ്ഡ്സ് ഒന്നുമല്ലല്ലോ എന്ന് മമ്മൂട്ടി ഹനീഫയോട് സങ്കടത്തോട് ചോദിച്ചു. അവിടെ കൂടിയ എല്ലാവർക്കും ഇതേ അഭിപ്രായമായിരുന്നു. അവസാന നാളുകളിൽ ഹനീഫയെ ഏറ്റവും അധികം സൃഷ്ടിച്ചത് ലിസിയാണെന്നും 1.5 ലക്ഷം രൂപ വില വരുന്ന മരുന്നുകൾ പോലും ലിസി അമേരിക്കയിൽ നിന്ന് വരുത്തിച്ചു. ട്രിപ്പിട്ട് നീര് വച്ച കൈ കണ്ട് ഹനീഫയ്ക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊതുങ്ങുന്നത് കണ്ടിട്ടുണ്ടെന്ന് ലിസി പറഞ്ഞിട്ടുള്ളതായി ആലപ്പി അഷ്റഫ് പറഞ്ഞു. മാത്രമല്ല, നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ചെലവായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എൻ്റെ സഹോദരന് വേണ്ടിയല്ലെന്നാണ് ലിസി അന്ന് മറുപടി നൽകിയത്. എന്നാൽ പിന്നീട് കോമയിലേക്ക് പോയ ഹനീഫ ഒരിക്കലും ഉണർന്നിട്ടില്ലെന്നും ആലപ്പി അഷ്റഫ് ഓർത്തു.